നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കുറേയധികം എപ്പിസോഡുകൾ, അതായത് ഈ അന്ധവിശ്വാസങ്ങൾക്കും ആൾ ദൈവങ്ങൾക്കും ഒക്കെ എതിരെ എനിക്ക് തോന്നുന്നു ഒരു 150-ലധികം വീഡിയോകൾ പലതവണയായി ഈ 5-6 വർഷത്തിനിടയ്ക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ചെയ്യുന്തോറും ഈ നാട്ടിലെ ആളുകളുടെയൊക്കെ ഒരു സ്വഭാവത്തെക്കുറിച്ചും അവരുടെ, എല്ലാവരും അല്ല കേട്ടോ, ഇത് വിശ്വസിക്കുന്ന ചില ആളുകളുടെ അവരുടെ ആ ഇടങ്ങളിലേക്കുള്ള പോക്കുമൊക്കെ കാണുമ്പോൾ ബഹുരസമാണ്. ഹിന്ദു ദൈവങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഭദ്രകാളി. ഭദ്രകാളിയെ ഉപാസിച്ചാൽ ഒരുപാട് നേട്ടങ്ങളുണ്ടാകും. പെൺകുട്ടികൾക്ക് പേടിയില്ലാതെ നടക്കാം. പിന്നെ കൊച്ചുനാളിലുമൊക്കെ കുട്ടികളെയൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാനുള്ള ഒരു സാധനമാണ് ഈ ഭദ്രകാളി. ആജാനുബാഹുവായ ഒരു സ്ത്രീയും നാക്ക് നീട്ടി എന്ന് പറഞ്ഞിരിക്കും. അത് കൈയൊക്കെ ഇങ്ങനെയൊക്കെ വെക്കും, വാളൊക്കെ ഉണ്ടാവും കയ്യിൽ. അപ്പോൾ അതൊരു സങ്കല്പമാണ്. ഒരു കഥാകാരൻ എഴുതിയ ഒരു കഥയിലെ സങ്കല്പം ദൈവവുമായി മാറിയിട്ട് കുറേയധികം വർഷങ്ങളായി. ഈ ഭദ്രകാളി കള്ളു കുടിച്ചാൽ എങ്ങനെയിരിക്കും? ഈ ഭദ്രകാളിക്ക് മദ്യം കൊടുക്കുന്ന ഒരു പൂജാരി, ഭദ്രകാളിയുടെ രൂപത്തിൽ നാക്ക് നീട്ടിയിരിക്കുന്ന ഭദ്രകാളിയുടെ വായിലേക്ക് മദ്യം ഒഴിച്ചു കൊടുക്കുന്നു. അതിൽ ഒന്നാന്തര റമ്മാണ്. ഈ റമ്മൊഴിച്ചു കൊടുക്കുമ്പോൾ ഭദ്രകാളി കുടിക്കുന്നു എന്നാണ് വെപ്പ്. ഭദ്രകാളി അത് കുടിക്കും. ഒരു വിഗ്രഹത്തിനകത്ത് തുളയിട്ടിട്ട് റമ്മൊഴിച്ചു കൊടുത്താൽ അതിനകത്തൊരുത്തം കയറിയിരുന്ന് അവൻ്റെ വായിലേക്ക് പോയാൽ പോലും ഇത് തിരിച്ചറിയില്ല. അങ്ങനെയുള്ള സ്ഥലത്താണ് ഈ മദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. ആ മദ്യം ഒഴിച്ചു കൊടുക്കുന്ന ഭദ്രകാളി മദ്യം കുഴിക്കുന്നത് കാണാൻ അവിടെ 100 കണക്കിന് ഭക്തന്മാർ ഒത്തുകൂടുന്നു. ഭദ്രകാളി ചിലരെയൊക്കെ ദേഹത്ത് കയറും, തുള്ളും, ബഹളം വെക്കും. അവിടെ ആകപ്പാടെ ഒരു വലിയ അത്ഭുത സിദ്ധിയുള്ള അമ്പലമായി മാറി. അത് കേരളത്തിലല്ല കേട്ടോ, തമിഴ്നാട്ടിലാണ്, മധുര അടുത്തൊരു സ്ഥലത്താണ്. നമുക്ക് ആ ഭദ്രകാളി കള്ളു കുടിക്കുന്ന ആ വിഷ്വൽ ഒന്ന് കാണണ്ടേ. കണ്ടില്ലേ? ഇങ്ങനെയാണ് ഭദ്രകാളി കള്ളു കുടിക്കുന്നത്. ഭദ്രകാളി നന്നായി കുടിക്കട്ടെ, അതിനുശേഷം ഭക്തന്മാർ ഉറഞ്ഞു തൊള്ളട്ടെ. അപ്പോഴാണ് മറ്റൊരു സ്ഥലത്ത് ഇതേപോലെ ഒരു സ്ത്രീ, അത് കേരളത്തിലാണ് കേട്ടോ, ഭദ്രകാളിയുടെ പടമൊക്കെ വെച്ചിട്ടുണ്ട്. ആ പടമൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഭദ്രകാളിയെ ഉപാസിക്കുമ്പോൾ ആ സ്ത്രീ അറിയാതെ ഭദ്രകാളി അവരുടെ ശരീരത്തിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഉറഞ്ഞു തുള്ളിക്കഴിഞ്ഞാൽ അവിടെ ഭദ്രകാളി പ്രത്യക്ഷപ്പെടും, പോയി അനുഗ്രഹമൊക്കെ കൊടുക്കും. അതാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങളാണിതെല്ലാം. ഇതിനുമുണ്ട് ഭക്തരും, ഇതിന് പൂജിക്കാൻ പൂജാരിമാരും, അത് കാണാൻ ചില ആളുകളും. പോറ്റിയെപ്പോലുള്ള പൂജാരിമാരെ കുറിച്ചല്ല പറയുന്നത് കേട്ടോ. പോറ്റിയൊക്കെ അടിച്ചുമാറ്റലിൻ്റെ പൂജാരിയാണെങ്കിൽ ഇവരൊക്കെ എങ്ങനെയെങ്കിലും ജീവിക്കാൻ വേണ്ടിയുള്ള വകുപ്പ് കണ്ടെത്താനുള്ള പൂജാകർമ്മങ്ങളാണ് ഇവരൊക്കെ ചെയ്യുന്നത്. അതുകൂടെ ഒന്ന് കണ്ടിട്ട് വരാം.
കണ്ടില്ലേ, ആ സ്ത്രീ ഉറഞ്ഞു തുള്ളുകയാണ്. തുള്ളട്ടെ. ഇനി തമിഴ്നാട്ടിലേക്ക് ഒന്ന് പോയാൽ വീണ്ടും ഒരു സ്ഥലത്ത്, ഇവിടെ ഇഷ്ടംപോലെ അമ്പലമാണ്, മുക്കിന് അമ്പലമാണ്. 4 വീട് കഴിഞ്ഞാൽ ഒരു അമ്പലം എന്നുള്ള ലൈനിലാണ്. അല്ലെങ്കിൽ വീട് അവർ അമ്പലമാക്കും. ആൾദൈവങ്ങളെ തട്ടിയിട്ട് നടക്കാൻ പറ്റാത്തൊരു നാടും കൂടിയാണ് തമിഴ്നാട്. ഇപ്പോൾ കേരളത്തിലും അതിലേറെ ഉണ്ട് കേട്ടോ. ഈയിടയ്ക്ക് SKൻ്റെ ഒരു ഷോയിൽ നമ്മുടെ സിനിമയിലെ തിരക്കഥാകൃത്തായിരുന്ന സുനിൽ ഇപ്പോൾ സുനിൽ സ്വാമിയായി. കാന്തല്ലൂർ സ്വാമി എന്നാണ് അറിയപ്പെടുന്നത്. കാന്തല്ലൂർ ആശ്രമമൊക്കെ വെച്ച്. അപ്പോൾ സ്വാമി ഇടയ്ക്ക് പറയുന്നത് കേട്ടു, കയ്യിലൊരു മാല വെച്ചാൽ ഈ മാല വലത്തോട്ട് കറങ്ങാൻ പറഞ്ഞാൽ കറങ്ങും. നമ്മുടെ ബ്രെയിനാണ് പറയുന്നത് ഏതാ ഈ മാലയെ കറക്കാൻ. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ എന്താണ്, സ്വാമി വലത്ത് കൈ കൊണ്ട് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുക. വലത്ത് കൈ കൊണ്ട് ആട്ടിക്കൊണ്ടിരിക്കുമ്പോൾ മാല കറങ്ങില്ലേ? ഇനി ഇടത്തോട്ടേക്ക് ആട്ടിയാൽ മാല കറങ്ങില്ലേ? എന്തൊരു പോഴത്തരമാണ് പറയുന്നത്. ഇപ്പം അന്തരീക്ഷത്തിലെ ഭസ്മം എടുക്കുന്ന മാന്ത്രികന്മാർ ഇഷ്ടം പോലെയുണ്ട്. ആ ഷോയിലുമുണ്ട്. മാന്ത്രികൻ അന്തരീക്ഷത്തിൽ നിന്ന് ഭസ്മം എടുക്കും. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരു തട്ടിപ്പുകളുടെ കേന്ദ്രം ആയി മാറുന്നു ഈ ദൈവവിശ്വാസവും അന്ധവിശ്വാസങ്ങളുമൊക്കെ. ഇത് വിശ്വസിക്കാൻ കുറേ മൊണ്ണകളും, ഇതിന് പുറകെ നടക്കാൻ കുറേ മൊണ്ണകളും. അപ്പോൾ അങ്ങനെ ഈ തമിഴ്നാട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു സ്ത്രീ, അതും ഭദ്രകാളി ഉപാസനയാണ്. ആ ഉപാസന അങ്ങോട്ട് നടത്തുമ്പോൾ ഭദ്രകാളി ഇവരെ ശരീരത്തിലേക്ക് കയറിയാൽ ഇവർ ആദ്യം ചെയ്യുന്നത് ചന്ദനം വാരി ഇങ്ങനെ ദേഹത്ത് മുഴുവൻ അങ്ങ് പൂശും. പിന്നെ വലിയ കായികാഭ്യാസികൾ പോലും കാണിക്കാത്ത രീതിയിലുള്ള അഭ്യാസ പ്രകടനങ്ങളാണ് അവിടെ നടക്കുന്നത്. തലകുത്തി മറിയുന്നു, തലകുത്തി ചരിയുന്നു, അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു. ഇതെല്ലാം നടക്കുന്നത് തമിഴ്നാട്ടിലെ മറ്റൊരു സ്ഥലത്താണ്. ഇനി ബിംബങ്ങളായിട്ടുള്ള ഭദ്രകാളികളോ അല്ലെന്നുള്ള ഇങ്ങനെയുള്ള ആളുകളോ ഒന്നും അല്ലാതെ കള്ളിനെ തന്നെ ഉപാസിച്ചുകൊണ്ട് കള്ളടിച്ചുകൊണ്ട് പൂജ നടന്ന ഒരു മാന്യനുണ്ട്. അതും തമിഴ്നാട്ടിലാണ് കേട്ടോ. പുള്ളി നിലത്ത് നിൽക്കത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഫാസ്റ്റായിട്ട് ഓട്ടി നടക്കുകയാണ്. ഈ ഓട്ടി നടക്കുന്ന കൂട്ടത്തിൽ ഒരു കയ്യിൽ കള്ള്, അത് ഒന്നാന്തരം മദ്യം, റമ്മോ വിസ്കിയോ എന്തോ ആയിക്കോട്ടെ, അതാണ് ഒരു കയ്യിൽ. ഒരു ഫുൾ കുപ്പി ഉണ്ടാകും. ഈ കയ്യിൽ ഒരു തേങ്ങയും ഉണ്ടാവും. ഇതും കുടിച്ചൊരു ലുങ്കിയും ഉടുത്തോണ്ടാണ് ഈ പോന്ന പോക്ക്. നല്ല ആചാരബാഹുവായ ഒരു മനുഷ്യനാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പുള്ളി ഞാഞ്ഞ് നടക്കും. ഈ നടക്കുന്നതിനിടയ്ക്ക് ഒരു സ്ഥലത്ത് പോയിട്ട് വായൊന്ന് തുറന്ന് കാണിക്കും. എന്തിനാണെന്നറിയോ? ടച്ചിങ്സിന്. അപ്പോൾ ടച്ചിങ്സ് ഇട്ട് കൊടുക്കാനും ഒരു പൂജാരിയുടെ അസിസ്റ്റൻ്റ് അവിടെ നിൽപ്പുണ്ട്, അതും ഇട്ട് കൊടുക്കും. അപ്പോൾ ആ ടച്ചിങ്സ് മേടിച്ചിട്ട് വീണ്ടും നടക്കും. കുറേ ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിയുമ്പോഴത്തേക്ക് അവിടെ ഏതെങ്കിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയുടെ പേരിൽ ഈ ബാധ കയറും. സ്ത്രീയും തുള്ളും. സ്ത്രീയെ ആശ്വസിപ്പിക്കും. 2 മിനിറ്റിനുള്ളിൽ അവരും ഫ്ലാറ്റ്. അങ്ങനെ ഒരു കള്ളുസ്വാമി അവിടെയുണ്ട്. കള്ളടിച്ചുകൊണ്ടേ ഇങ്ങനെ ചെയ്യുള്ളൂ. ഇതൊക്കെ കാണുമ്പോൾ ചിരിക്കാതെ എന്ത് പറയാനാണ്? ചിരിയല്ല തോന്നുന്നത്, സഹതാപമാണ് തോന്നുന്നത്. എന്താണെങ്കിലും ഇതേപോലെയുള്ള രസകരമായ കള്ളുസ്വാമിമാരെയും കള്ളുഭദ്രകാളികളെയും ഒക്കെ നമുക്ക് വീണ്ടും അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്ക് കാണാം. പൂജകളും ഇങ്ങനെയുള്ള ആവാസങ്ങളുമൊക്കെ യഥേഷ്ടം നാട്ടിൽ നടക്കട്ടെ. അതിന് വശം വരതരാകാതിരുന്നാൽ നിങ്ങൾക്ക് നല്ലത്. ഈ കൂട്ടത്തിൽ ഒരു കാര്യത്തോട് പറയട്ടെ, ആലപ്പുഴ ഒരു വലിയ തട്ടിപ്പ് കേന്ദ്രമുണ്ടല്ലോ, അറിയാമല്ലോ, കൃപാസനം. ആ കൃപാസനത്തിൽ ഉപ്പ് വീട്ടിൽ വെക്കാൻ നിങ്ങൾ മറക്കരുത്. ആ കൃപാസനത്തിൽ ഉപ്പ് വച്ചാൽ നിങ്ങളുടെ വീട്ടിൽ കുട്ടികൾ പരീക്ഷയ്ക്ക് ജയിക്കും, കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടും, ജോലി കിട്ടും, ജോലി പോയവർക്ക് ജോലി കിട്ടും, ഭർത്താവ് പിഴച്ചു പോയതാണെങ്കിൽ ഭർത്താവ് തിരിച്ചു വരും, കല്യാണം കഴിക്കാത്തവർ കല്യാണം കഴിക്കാം. ഒറ്റ കാര്യം ചെയ്താൽ മതി, കൃപാസനത്തിൽ നിന്ന് കുറച്ച് ഉപ്പ് മേടിച്ച് വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി. അത് ഇതിലും വലിയൊരു തട്ടിപ്പ്. അതിൻ്റെ കഥകളുമായി വീണ്ടും വരാം.